വർഷം 1954 ജൂലൈ 24. ടോക്കിയോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ജീവനക്കാർ അവരവരുടെ വിഭാഗങ്ങളിൽ സാധാരണ പോലെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉച്ചയ്ക്ക് 12:30 എയർ ഫ്രാൻസ് വിമാനം പുറപ്പെടുവാൻ വേണ്ടി വഴിയൊരുങ്ങുന്ന തിരക്കിലാണ്. ചില എയർപോർട്ട് ജീവനക്കാർ ഇമിഗ്രേഷൻ വിഭാഗത്തിൽ പാസ്പോർട്ടുകൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരുന്ന ആളുകളുടെ മുഖത്ത് പോലും നോക്കാതെ പാസ്പോർട്ടിലേക്ക് സ്പീഡിൽ സ്റ്റാമ്പ് പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇമിഗ്രേഷൻ ജീവനക്കാർ. പെട്ടെന്നാണ് തൻ്റെ അടുക്കൽ നീട്ടിയ ഒരു പാസ്പോർട്ടിലെ രാജ്യത്തിൻ്റെ പേര് അയാളുടെ കണ്ണിലുടക്കിയത്. രാജ്യത്തിൻ്റെ പേര് ടോറഡ് എന്നായിരുന്നു. ഉടൻ തന്നെ ആ പാസ്പോർട്ട് കൊടുത്തയാളെ എയർപോർട്ട് ജീവനക്കാരൻ മുഖമുയർത്തി നോക്കി. തൊപ്പി വെച്ച്, താടി വെച്ച്, വളരെ ഉയരം കൂടിയ ഒരു മനുഷ്യൻ. എന്തു തന്നെ ആയാലും എയർപോർട്ട് ജീവനക്കാരൻ ആ വ്യക്തിയോട് ചോദിച്ചു, "സർ, എവിടെയാണ് ഈ രാജ്യം? ഇതിനു മുമ്പ് ഇങ്ങനെയൊരു രാജ്യത്തെപ്പറ്റി ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ." പഴയ യൂറോപ്യൻ ശൈലിയിലുള്ള വസ്ത്രം ധരിച്ച ആ മനുഷ്യൻ വളരെ അസ്വസ്ഥതയോടുകൂടി എയർപോർട്ട് ജീവനക്കാരനോട് ഇപ്രകാരം പറഞ്ഞു, "എന്ത്? ഈ രാജ്യത്തെപ്പറ്റി അറിയില്ല എന്നോ? നിങ്ങളെന്താ തമാശ പറയുകയാണോ?" "ഏയ്, അങ്ങനെയൊന്നുമില്ല സർ. ഇങ്ങനെയൊരു രാജ്യത്തെക്കുറിച്ച് ഞാൻ മുമ്പൊരിക്കലും കേട്ടിട്ടേയില്ല. സർ ടോറഡ് എന്ന രാജ്യത്തെ പൗരനാണോ? എന്തു തന്നെ ആയാലും സോറി സർ, താങ്കളുടെ പാസ്പോർട്ടിന് ഇമിഗ്രേഷൻ നൽകുന്നതിൽ എനിക്ക് ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. സർ, കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്താലും ഞാൻ എൻ്റെ ചീഫ് ഓഫീസറിനോട് ഒന്ന് സംസാരിക്കട്ടെ." എയർപോർട്ട് ജീവനക്കാരൻ ഇത് പറഞ്ഞതും അന്റോണിയോ ജെനഫർ എന്നു പേരുള്ള ആ മനുഷ്യൻ എയർപോർട്ട് ജീവനക്കാരനോട് വളരെയധികം ദേഷ്യപ്പെട്ടു. "നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇതിനു മുമ്പ് 3 തവണ ടോറഡിലേക്ക് ഞാൻ യാത്ര ചെയ്തിട്ടുള്ളതാണ്. അന്നൊന്നും ഈ പ്രശ്നം എനിക്കില്ലായിരുന്നു. പിന്നെന്താണ് ഇപ്പോഴിങ്ങനെ?" എയർപോർട്ട് ജീവനക്കാരൻ മറുപടിക്ക് നിൽക്കാതെ വേഗം തന്നെ തൻ്റെ ചീഫ് ഓഫീസർമാരുടെ അടുത്തേക്ക് പോയി നടന്ന കാര്യങ്ങളൊക്കെയും വ്യക്തമാക്കി. അവർ അന്റോണിയോയെ അവരുടെ അടുത്തേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് അയാളോട് ഇപ്രകാരം പറഞ്ഞു, "സർ, ക്ഷമിക്കണം. താങ്കളുടെ പാസ്പോർട്ടിന് കാര്യമായി എന്തൊരു പ്രശ്നമുണ്ട്. താങ്കളുടെ പാസ്പോർട്ടിലുള്ള രാജ്യത്തിൻ്റെ പേര് ഞങ്ങളുടെ ലിസ്റ്റിൽ കാണാൻ കഴിയുന്നുമില്ല. താങ്കളുടെ ടിക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായി വരും." ഇത് കേട്ട അന്റോണിയോ തൽക്കാലം ഇതിൻ്റെ ആവശ്യമില്ല എന്നും പറഞ്ഞ് ഒഴിഞ്ഞുമാറി. "ജപ്പാനിൽ ഒരു കമ്പനിയിൽ ഒരാവശ്യത്തിന് വന്നതാണ് ഞാൻ." ജീവനക്കാർ പരസ്പരം നോക്കിയതിനു ശേഷം അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു, "സർ, ക്ഷമിക്കണം. ഇന്ന് താങ്കൾക്ക് എന്തു തന്നെയായാലും സ്വദേശത്തേക്ക് മടങ്ങിപ്പോകാൻ സാധിക്കില്ല. ഇന്നൊരു രാത്രി ഇവിടെ ഞങ്ങൾ റൂം അറേഞ്ച് ചെയ്തു തരാം. അവിടെ താമസിക്കൂ. അതുവരെ ഞങ്ങൾക്ക് താങ്കളുടെ പാസ്പോർട്ട് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും. ദയവായി സഹകരിക്കണം." അന്റോണിയോ മനസ്സില്ലാ മനസ്സോടെ സമ്മതമറിയിച്ചു. റൂമിലേക്ക് പോകുന്നതിന് മുൻപേ ജീവനക്കാർ അവസാനമായി ഒന്നുകൂടെ ചോദിച്ചു, "സാറിൻ്റെ ടോറഡ് എന്ന പേരുള്ള ആ രാജ്യം വേൾഡ് മാപ്പിൽ എവിടെയാണ് എന്ന് ഒന്ന് കാണിച്ചു തരാമോ എന്ന്?" ഇത് കേട്ട ആ മനുഷ്യൻ ഒട്ടും തന്നെ താമസിയാതെ ഫ്രാൻസിൻ്റെയും സ്പെയിനിൻ്റെയും അതിർത്തിയോട് ചേർന്നുള്ള ഒരു ഭാഗത്തെ തൻ്റെ കയ്യിലിരുന്ന പേന കൊണ്ട് മാർക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തു. ആ വ്യക്തി റൂമിലേക്ക് പോയതിനു ശേഷവും ആ ഭാഗത്തെ നിരീക്ഷിച്ച ജീവനക്കാർക്ക് അൻഡോറ എന്ന സ്ഥലനാമമല്ലാതെ മറ്റൊന്നും തന്നെ കാണാൻ സാധിച്ചില്ല. പിന്നീട് ആ പാസ്പോർട്ട് സൂക്ഷ്മം നിരീക്ഷിച്ച ജീവനക്കാർ വേറെയും ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. മുൻപ് ജപ്പാനെ കൂടാതെ വേറെയും 2 രാജ്യങ്ങളിലും ഇയാൾ പോയിട്ടുണ്ട് എന്നതായിരുന്നു അത്. അയാൾ പോയ തീയതികളും പാസ്പോർട്ടിൻ്റെ കാലാവധിയും പരിശോധിച്ച ഓഫീസർമാർ സത്യത്തിൽ ഞെട്ടിപ്പോയി. ആ വ്യക്തി ചെയ്ത എല്ലാ യാത്രകളും തന്നെ നിലവിലെ വർഷത്തിന് മുൻപ്, കഴിഞ്ഞുപോയ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപും ചില യാത്രകൾ ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ നടത്തിയതുമായിരുന്നു. മൊത്തത്തിൽ ദുരൂഹത തോന്നിയ ജീവനക്കാർ അന്റോണിയോ മുൻപ് പറഞ്ഞ കമ്പനിയിലേക്ക് വിളിച്ചന്വേഷിച്ചു. ആ പേരിലുള്ള ഒരാളെ അറിയുക പോലും ഇല്ലെന്നാണ് കമ്പനിയിൽ നിന്നും ലഭിച്ച വിവരം. ഉടൻ തന്നെ അന്റോണിയോയെ നിരീക്ഷിക്കാൻ ജീവനക്കാരെയും ഏർപ്പെടുത്തി പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. അന്റോണിയോയെ വളരെ കർശനമായി തന്നെ അവർ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അയാളുടെ മുറിയിലെ ക്യാമറകളിൽ നിന്നും അന്റോണിയോയുടെ ഓരോ ചലനങ്ങളും അവർ പ്രയാസമൊന്നും കൂടാതെ തന്നെ
വളരെ രഹസ്യമായി തന്നെ മനസ്സിലാക്കി. അന്റോണിയോ ഉറങ്ങുവാൻ വേണ്ടി പുതപ്പിനുള്ളിൽ കയറിയത് വരെ എല്ലാം നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. പിറ്റേ ദിവസം രാവിലെ റൂം തുറന്ന ജീവനക്കാർക്ക് അന്റോണിയോയെ അവിടെയെങ്ങും കാണാൻ സാധിച്ചില്ല. റൂം മുഴുവൻ പരിശോധിച്ച ജീവനക്കാർക്ക് ആകെ കാണാൻ സാധിച്ചത് അന്റോണിയോയുടെ ഒരു ബാഗ് മാത്രമായിരുന്നു. ആ റൂമിൽ നിന്നും യാതൊരു കാരണവശാലും രക്ഷപ്പെടാൻ സാധ്യതകളൊന്നും തന്നെ ഇല്ലായിരുന്നു. നിരാശയോടുകൂടി ക്യാമറ പരിശോധിച്ചപ്പോൾ അർദ്ധരാത്രിയോടടുത്ത് പുതപ്പിനുള്ളിൽ നിന്നും ഒരു ശക്തമായ വെളിച്ചം വന്നതിന് ശേഷം നിമിഷ നേരം കൊണ്ട് അവിടമാകം ഇരുട്ടാകുന്നതാണ് കാണാൻ സാധിച്ചത്. ബാഗ് പരിശോധിച്ചപ്പോൾ പല രാജ്യങ്ങളിലെയും കറൻസികളും കാണാൻ സാധിച്ചു. എന്തു തന്നെ ആയാലും ഈ ഒരു സംഭവത്തെക്കുറിച്ച് കുറേയധികം തിരച്ചിലുകളും അന്വേഷണങ്ങളും ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം നിർത്തിവെക്കുകയും ചെയ്തു. ഈ സംഭവങ്ങൾ 1981 സത്യത്തിൽ പുറം ലോകമറിയുന്നത്. ഈ ഒരു സംഭവം അറിഞ്ഞവർ സംശയിക്കുന്നത് അന്റോണിയോ ഒരു ടൈം ട്രാവലർ ആയിരുന്നു എന്നതാണ്. എന്തു തന്നെ ആയാലും ഈ സംഭവത്തെക്കുറിച്ച് 2015 ഒരു സിനിമയും പുറത്തിറങ്ങിയിട്ടുണ്ട്. ദ മാൻ ഫ്രം ടോറഡ് എന്നാണ് ആ സിനിമയുടെ പേര്. വർഷങ്ങൾക്കിപ്പുറവും അന്റോണിയോ എന്ന മനുഷ്യനെക്കുറിച്ചോ ടോറഡ് എന്ന രാജ്യത്തെക്കുറിച്ചോ ഒന്നും തന്നെ യാതൊരുവിധ വിവരങ്ങളും ആർക്കും തന്നെയില്ല. ആ കാര്യങ്ങളെല്ലാം തന്നെ ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു സമസ്യയായി നിലനിൽക്കുകയാണ്.